തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചത്തതുപോലെ കിടക്കുകയാണ്. രണ്ട് പ്രധാനമന്ത്രിയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം വ്യത്യസ്തമാകുന്നത്? ഇത് അതീവ ഗൗരവമായൊരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം തന്നെ ഗൗരവമായിട്ടാണ് പൊതുവെ ജനങ്ങൾ കാണുന്നത്. രണ്ട് ഭാഗം ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുപ്രാധാന്യം, മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉയർത്തിയ ഇത്തരം വിഷയങ്ങൾ. തെരഞ്ഞെടുപ്പിൻ്റെ പൊതുപ്രാധാന്യം വരുന്നത് ഈ BJPയുടെ രണ്ടാം ഊഴം 2019 വന്നതോടെ RSSൻ്റെ തീവ്ര അജണ്ടകളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷതയ്ക്ക് വലിയ പോറലേൽക്കുന്നു. ഭരണഘടനയെ തന്നെ പിച്ചിച്ചീന്നുന്ന നടപടികൾ സ്വീകരിക്കുന്നു. തനി വർഗീയ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിലുള്ള തുടർഭരണം BJPക്ക് ലഭിച്ചാൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും എല്ലാം അപകടത്തിലാകും. ഭരണഘടന തന്നെ അപകടത്തിലാകും. സർവോപരി നമ്മുടെ രാഷ്ട്രം തന്നെ അപകടത്തിലാകുമെന്ന ചിന്തയിലാണ് പൊതുവെ ജനങ്ങളുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു വശം തന്നെയാണ്. അതിൻ്റെ ഭാഗമായുള്ളൊരു ഏകീകരണം BJPക്കെതിരെ രാജ്യത്ത് വൻതോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശിച്ച ഭാഗങ്ങൾ കാണിക്കുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിലെന്നല്ല, ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പരസ്യമായി ഇത്തരം ഒരു നിലപാടെടുത്താൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ മുസ്ലിമിനെ കണ്ടാൽ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നതിന് തുല്യമല്ലേ? കാരണം നിങ്ങളെ താലിമാല ഇല്ലാതാവും, നിങ്ങളെ ആഭരണങ്ങൾ പിടിച്ചെടുക്കും, നിങ്ങളെ സ്വത്തുക്കൾ പിടിച്ചെടുക്കും. ഇങ്ങനെയുള്ള ഹീനമായ പ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ മുസ്ലിമിനെ കാണുമ്പോൾ തന്നെ വെറുപ്പുളവാക്കുക എന്നതാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. തനി വർഗീയ അജണ്ട പുറത്തെടുത്ത് വർഗീയമായ ആളുകളെ വേർതിരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിട്ടുള്ളത്. നിർഭാഗ്യകരമായ വശം, ഈ മറ്റാരെങ്കിലുമാണിത് പറഞ്ഞെങ്കിൽ കേസും അറസ്റ്റും നടപടികളും എല്ലാം ഉണ്ടായിട്ടുണ്ടാകും. ഇക്കാര്യത്തിൽ ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആ പരുവത്തിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. നേരത്തെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള സമിതിയായിരുന്നല്ലോ കമ്മീഷൻ്റെ അംഗങ്ങളെയൊക്കെ ശുപാർശ ചെയ്യേണ്ടത്. അതിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും പച്ചയായി കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ, ഇടപെടണ്ടേ? അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് എത്രമാത്രം പോറലാണ് ഏൽപ്പിക്കുക. ഇപ്പോൾ ലോകമാധ്യമം ഗാർഡിയൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, ഇത് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും ഒടുവിലെത്തിയ അവസരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെന്ന്. അതാണല്ലോ വസ്തുത. ആ നിലക്കല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രചരണ രീതികൾ, നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളുണ്ട്, എന്തെല്ലാം ഭക്ഷണ രീതികളുണ്ട്, ആ ഭക്ഷണ രീതികൾ ഓരോരുത്തരും അവരവരുടെ രീതിയിലല്ലേ നടത്തിപ്പോവുക. ഇപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് പവിത്രമായിട്ടുള്ളത്, നോൺ വെജിറ്റേറിയൻ എല്ലാം പവിത്രരഹിതമാണ് എന്നൊരു നിലപാട് എവിടെയെങ്കിലും സ്വീകരിക്കാൻ പറ്റും? ഈ ലോകത്ത് ഉള്ള ഭക്ഷണക്രമം നോക്കിയാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ വളരെ വൈജാത്യമല്ലേ നിലനിൽക്കുന്നത്. വലിയ തോതിലുള്ള വ്യത്യസ്തമായ രീതികൾ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെയൊക്കെ സംസ്കാരം നോക്കിയാൽ ദേവന് കൊടുക്കുന്ന പൊതുവിലുള്ള കാണിക്കയിൽ അതിൽ ഈ പറയുന്ന പ്രസാദത്തിലൊക്കെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഇല്ലേ? ചിക്കൻ കറി കൊടുക്കുന്ന സ്ഥലമുണ്ട്,
ചുട്ട മീൻ കൊടുക്കുന്ന സ്ഥലമുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പം അത് ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കലായിട്ടോ അപഹസിക്കലായിട്ടോ വരുന്ന കാര്യമല്ലല്ലോ. വിവിധ രീതികൾ, വിവിധ സംസ്കാരങ്ങൾ, അതൊക്കെയല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതല്ലേ നാനാത്വത്തിൽ ഏകത്വം എന്ന നിലയിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുള്ളത്.